എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പത്തേമാരിയുടെ യാത്രയിലാണ് നമ്മൾ. അത് തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. നമുക്ക് പ്രിയങ്കരനായ മമ്മൂക്കയോടും സിദ്ദിഖേട്ടനോടും നമുക്ക് തുടരാം ഈ പത്തേമാരി യാത്ര അവരുടെ വിശേഷങ്ങളിലൂടെ തന്നെ. മമ്മൂക്കയ്ക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഈ സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനത് സലീമിനോട് വെച്ച് ഇതൊക്കെ എന്തിനെടുത്തിട്ട് ആരും കാണാനുണ്ട്, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വഞ്ചറും റിസ്ക് കൊടുത്ത സലീമാണ്. എനിക്കിപ്പോൾ നമ്മൾ അഭിനയിച്ചിട്ട് പോകുന്നവരല്ല. സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ എല്ലാം സലീമാണ്. അപ്പോൾ സലീമാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇതിൻ്റെ ഒരു സക്സസ് എൻജോയ് ചെയ്യേണ്ട ആൾ. നമുക്കൊന്നും ഒരു വലിയ വിജയമാകുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. നമ്മൾ ഞങ്ങളുടെ സിനിമകളൊക്കെ വളരെ അപൂർവമായിട്ടേ ഓടിയിട്ടുള്ളൂ. ആളുകൾ ഇതൊക്കെ ഓടും, ആളുകൾ കാണും. ഇപ്പോഴത്തെ ട്രെൻഡ് അതല്ലേ, പ്രവാസ ജീവിതം കാണിക്കുന്ന സിനിമകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അല്ല, ആളുകൾ ഇങ്ങനത്തെ സിനിമകൾ കാണുമെന്നൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ആളുകൾ നമുക്ക് മറുപടി തന്നത് ഞങ്ങൾ ഇങ്ങനത്തെ സിനിമ കാണും. അതുപോലെ നമുക്ക് വേറൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ഒറ്റ സ്ട്രെച്ചിലല്ലല്ലോ ഈ സിനിമ എടുത്തത്. ഈ സിനിമ ഈ 3 കാലഘട്ടം ഞാൻ ഈ സിനിമ അറിഞ്ഞിട്ടില്ല. അതിന് വേറെ ഈ സിനിമ തീരുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം 12 ദിവസങ്ങളായിട്ട് 3 പ്രാവശ്യം കൊടുത്തിട്ടുള്ളൂ. അത് 3 സ്റ്റേജ് എടുക്കാനായിട്ട് ഓരോ പ്രായത്തിന്റെ. അപ്പോൾ 12 ദിവസമൊക്കെ നമ്മൾ 45-50 ദിവസം അഭിനയിക്കുമ്പോൾ വലിയ സിനിമയായിട്ട് തോന്നുന്നു. ഇത് അങ്ങനെ അഭിനയിക്കുന്നതായിട്ട് തോന്നുന്നില്ല. നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു പടത്തിന്റെ ഇടയിലാണ് പോകുന്നത്. 3 സിനിമയുടെ ഇടയ്ക്കാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് അറിഞ്ഞിട്ടില്ല. മാത്രമല്ല 2 വർഷമായിട്ട് ഇതിനു വേണ്ടി 3 പടത്തിൽ അഭിനയിച്ച പോലെയാണ്. അല്ല, ഈ സിനിമ പോയി അഭിനയിച്ചു, അതിന്റെ ഇടയിൽ എപ്പോഴോ നടന്നു. അങ്ങനെയാണ് അത് നമുക്ക് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സ്ട്രെയിനോ അങ്ങനെ ഒന്നും തോന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തീർന്നു. പിന്നെ 3 പീരീഡ് നമ്മൾ അഭിനയിക്കുന്നുണ്ട്. മറ്റേനെ പറ്റി ആലോചിച്ച് വേവലാതിപ്പെടേണ്ട ഒന്നും തോന്നുന്നു. അപ്പൊ പൂർണ്ണമായിട്ടും സലീമിന് തന്നെയാണ് അതിന്റെ ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അത് മുഴുവൻ ഉൾക്കൊണ്ട ആള് സലീമിന്റെ അടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഇവര് ഞാൻ ചോദിച്ചു, ഈ മധുവമ്പാട്ടിനെയും നിങ്ങൾ എങ്ങനെയാണ് മാച്ച് ആവുന്നത്? 2 ജനറേഷൻ അല്ലേ, 2 ടൈപ്പ് ഓഫ് ഫിലിംസ് അല്ലേ? അല്ല, ഞാൻ ആദ്യത്തെ സിനിമ മുതൽ മൂപ്പരുണ്ട്. എനിക്ക് വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ അവർ 2 ടീമായി. പിന്നെ ആദ്യത്തെ സിനിമയിലും റസൂലുണ്ട്. അങ്ങനെ അവർ 3 നാഷണൽ അവാർഡ് വിന്നേഴ്സിന്റെ ഒരു ടീമാണ്. അതിന്റെ കൂടെ മമ്മൂക്കയും ചേർന്നപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അല്ല, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നാഷണൽ അവാർഡിന് ഒരു യാതൊരു പഞ്ഞമില്ല. ഇപ്പോൾ ഈ സിനിമ ഇപ്പോൾ സലീംകുമാർ വരെ ഒരു ചെറിയ സിനിമ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ നാഷണൽ അവാർഡുകാർക്ക് ഒരു പഞ്ഞമില്ല. ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഒരുപാട് അറിയാൻ വേണ്ടിയിട്ട് പണ്ട് പത്തേമാരിയിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ സലീം അഹമ്മദ് ഇതിനു വേണ്ടി മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളും ചാനലിൽ തന്നെ വേറെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അതിൽ യാത്ര ചെയ്തൊരു 5-6 ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവർ പറയുന്ന കഥകൾ, അവർ പറഞ്ഞ് ഞങ്ങൾ എന്താണോ എന്ന് അനുഭവിച്ചത് അത് വളരെ കൃത്യമായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നതെന്നാണ്. ഇതേപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ പത്തേമാരി യാത്ര. അവിടെ എത്തിയാലെത്തി, എത്ര പേരന്ന് എത്തിപ്പെട്ടു, എത്ര പേർക്ക് എത്താൻ സാധിച്ചില്ല, ഇടയ്ക്ക് വെച്ച് ജീവൻ പോകുന്നവരെ വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് കടലിലേക്ക് എറിയാന്നുള്ള അല്ലാതെ വേറൊരു മാർഗവും അവർക്കില്ല. അപ്പോൾ പിന്നെ അവിടെ എത്തിപ്പെട്ട എത്രയോ 1 മാസവും അതിൽ കൂടുതൽ സമയമെടുത്തിട്ടാണ് അവിടെ എത്തിച്ചേരുന്നത്. വീട്ടിൽ അറിയിക്കാൻ ഒരു മാർഗവും ഇല്ല. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ അനുഭവിച്ചവരാണ് അവരെല്ലാവരും. പക്ഷെ അത് അത്രത്തോളം അതേ എഫക്റ്റോട് കൂടി പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ സാധിക്കുന്നുള്ള കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് നമുക്കിപ്പോൾ എല്ലാ സിനിമകളും പരീക്ഷണമല്ലേ. ഏതിപ്പോൾ നമ്മൾ ഒരു കോടിക്കണക്കിന് 100 കോടി 200 കോടി മുടക്കിയെടുക്കുന്ന സിനിമയും വളരെ തുച്ഛമായ പൈസ മുടക്കിയെടുക്കുന്ന സിനിമയും പരീക്ഷണമാണ്. ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അവർ ആവർത്തിച്ച് കാണുകയും ചെയ്തിരുന്ന ഒരു സിനിമയും വിജയമാവില്ല. എല്ലാവരുമായാലും ശരി, കമേഴ്ഷ്യലായാലും ശരി. അപ്പോൾ ഇതങ്ങനെ സിനിമ വന്നു, ഇറങ്ങി, ഓടി, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് നാഷണൽ അവാർഡിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പെട്ടെന്ന്, ഒരു ചരിത്രമല്ലേ നമുക്കത്? മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയിൽ ഇത്രയും നാഷണൽ അവാർഡ് വിന്നേഴ്സ് ഒന്നിച്ച ഒരു സിനിമ ഉണ്ടാവും? അല്ല, ഇത്രയും നാഷണൽ അവാർഡ് ഒരു ഭാഷയിലും ഇല്ല. ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആക്ടേഴ്സ് ഉള്ള മലയാളത്തിലാണ് നാഷണൽ അവാർഡ് വിന്നേഴ്സ്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയ്ക്കും ഇനി കുറെ കാലത്തേക്ക് എടുക്കാൻ 15-16 ആയി. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ തവണ കിട്ടിയ നാഷണൽ അവാർഡ് വിന്നേഴ്സ് മലയാളത്തിൽ തന്നെ. ഇത്രയും നാഷണൽ അവാർഡ് വിന്നേഴ്സ് ഒന്നിച്ച് ഒരു സിനിമ ഉണ്ടാക്കിയത് ഒരു ചരിത്രം തന്നെയാണ്. നമ്മളത് കുറച്ച് കണ്ടത്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ നാഷണൽ അവാർഡ് വിന്നേഴ്സിന് ഒരു പഞ്ഞമില്ല എന്ന് പറയല്ല വേണ്ടത്. ഇത്രയും നാഷണൽ അവാർഡ് വിൻ ചെയ്ത വ്യക്തികൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തു എന്നുള്ളതിന് ഉപരി ക്ലാസിക് സിനിമകളുടെ കൂട്ടത്തിൽ ഒരു സിനിമയുടെ ചേർത്ത് വെക്കാൻ ഒരു സിനിമ എന്നുള്ളതൊരു സിനിമ എന്നുള്ളതിന് മാത്രമല്ല, 50 വർഷത്തെ മലയാളത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ ചരിത്രത്തിലോ മലയാളികളുടെ ചരിത്രത്തിലോ ഒരു ഭാഗം തന്നെയാണ് ഇത്. അങ്ങനെ ഒരു ഏടായിട്ട് മാറും, ഒരു ഡോക്യുമെന്റ്, ഒരു രേഖയായി മാറുകയാണ് ഈ സിനിമാ ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം പ്രവാസികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു രേഖയാണ്. അല്ലേ? തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഈ കഥാപാത്രമായിട്ട് അഭിനയിച്ചു. ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ കുറിച്ച് കേട്ട് പരിചയമുണ്ട്. സാങ്കല്പിക കഥാപാത്രങ്ങളല്ല, ജീവിച്ചിരുന്നവരാണ് പലവരും. അങ്ങനെ ശരിക്കുള്ള ജീവിതത്തിൽ ഇങ്ങനത്തെ പള്ളിക്കൽ നാരായണനെ പോലെ ആരെങ്കിലുമൊക്കെ നേരിട്ട് പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അറിയാമോ ശരിക്കുള്ള ജീവിതത്തിൽ?
ഒരു പള്ളി വരെ ഇരിപ്പുണ്ട്. കുറെ കാലം ഗൾഫിൽ പോയാളാ. അതെ, പത്തേമാരിയിലാണോ പോയത്? അല്ല, ഞാനൊക്കെ 60കളിലാണ്. അത് 60. അതെ, അതെ, 80-ലാണ് പോയത്. ഫ്ലൈറ്റ് ആണ്. 80 70 തന്നെ ഫ്ലൈറ്റ് ആയി. പക്ഷെ എല്ലാ വർഷവും നാട്ടിൽ വരാൻ ഭാഗ്യം ലഭിച്ച ഇല്ല, ഒരു പോക്ക് ഒരു വരവ് മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു 3 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെ ആയിരുന്നു. ഈ ഇത്തരം പള്ളിക്കൽ നാരായണനെ പോലുള്ള ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അനുഭവങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ള ആളുകളുണ്ട്. നല്ല നല്ല തമാശകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഹസൻ എന്ന് പറഞ്ഞ ഒരാൾ, അപ്പോൾ നമുക്കന്ന് ചെല്ലുമ്പോൾ ഞാൻ മമ്മൂക്കടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊക്കെ 1200 റിയാലാണെന്ന് ശമ്പളം. അപ്പോൾ അന്ന് 2.5 വരെയൊക്കെ മാക്സിമം എത്തിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ 17-18 രൂപയ്ക്ക്. അന്ന് 1 റിയാൽ എന്ന് പറഞ്ഞാൽ 2 രൂപ 50 പൈസയൊക്കെ എത്തും. അപ്പം ഞാനൊക്കെ ഇങ്ങനെ ഓവർ ടൈം എല്ലാം കൂടെ കിട്ടിയാലും എന്നാണ് ഒരു 5000 രൂപ നാട്ടിലേക്ക് അയക്കാൻ പറ്റുകയെന്ന് ഞാനിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ 1500 ഓവർ ടൈം എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ 1600 ദിർഹംസ് ഒക്കെ വന്നു കഴിഞ്ഞാലും 3200 3700 പോകും. പിന്നെ വേറെ അങ്ങനെ വലിയ ചിലവൊന്നുമില്ല അവിടെ. താമസം ഭക്ഷണമൊക്കെ അവിടെ നിന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ ഹസൻ പൈസ അയക്കുകയില്ല. അവന് മേടിച്ച് അവിടെ കൊണ്ടുവന്ന് ആ കട്ടിലിൻ്റെ അടിയിൽ ആ ബാഗിൽ അവിടെ വെച്ചേക്കും. ചിലപ്പോൾ ആരെങ്കിലും കടം ചോദിച്ച് എടുത്ത് കൊടുക്കും. പിന്നെ അതോടെ വെക്കും. എന്നിട്ട് ഒരിക്കൽ പോയിട്ട് അപ്പം ലീവിന് പോകാൻ പോകുന്നു. നാട്ടിൽ പോകാനുള്ള ലീവൊക്കെ ആയി കഴിഞ്ഞ സമയത്ത് ഇതും കൊണ്ടുപോയിരുന്നിട്ട് ചീട്ട് കളിച്ചു. നാട്ടിൽ പോയിട്ട് അല്ല, നാട്ടിൽ പോണതിന് മുമ്പ് അവിടെ ഇരുന്നിട്ട് ക്യാമ്പിൽ ഉള്ള ചീട്ട് കളിച്ച് അതിൻ്റെ 4 ഇരട്ടിയോ മറ്റോ കിട്ടി. മൊത്തം. അപ്പോൾ അവനൊരു വലിയ എമൗണ്ട് കൊണ്ടുപോകാൻ പറച്ചവൻ വിധിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതൊന്നും നാട്ടിലൊന്നും അയച്ചില്ല. ഇത് ചീട്ടും കളിച്ച് അതിനേക്കാളും 4 ഇരട്ടി കിട്ടി. പോയി വലിയ പർച്ചേസ് ഒക്കെ നടത്തിയിട്ട് അവൻ ഭയങ്കര കാശുകാരനായിട്ട് അവൻ നാട്ടിലേക്ക് പോയി. അങ്ങനെയൊക്കെയുള്ള തമാശകളൊക്കെ ഉണ്ടാവും. ഈ കഷ്ടപ്പാട് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ. പിന്നെ സെലിം പറയുന്നുണ്ട്, ഈ മമ്മൂക്കാടത്തിൽ കാണിക്കുന്നുണ്ട് പെട്ടി കെട്ടല്. അതൊരു ജോലിയായിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നമ്മൾ താമസിക്കുന്ന ക്യാമ്പിൽ ഒരുപാട് ബാരക്സ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇന്നാൾ പോകുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെയാണ്. അവിടെ ചെന്നാലുള്ള പെട്ടിയൊക്കെ കെട്ടി. അന്ന് ഈ പുല്ലുവായ കൊണ്ടാണ് ഇത് പൊതിഞ്ഞ് കെട്ടിയിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മെയിൻ ജോലി മാർക്കിംഗ് പെൻ വെച്ച് പേരെഴുതൽ. ഞാനിങ്ങനെ നല്ല സ്റ്റൈലിൽ എല്ലാവരും പേരെഴുതാൻ എന്നെ വിളിക്കും. അങ്ങനെയുള്ള ഒരുപാട് ജീവിതാനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷേ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് അതൊരു 3 വർഷം എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിൻ്റെ കാലമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരിക്കൽ ജോലി ഒന്നും ഉണ്ടായില്ല. അങ്ങനെയുള്ള ഒരു ബാധ്യതയില്ല. ജോലിയുണ്ട്, പൈസ അയക്കുന്നു, അങ്ങനെ ഒരു ഭയങ്കര കഷ്ടപ്പാടിൻ്റെ ഒന്നും കാലം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്ന ഒരു ദിവസം ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തൊരു കേബിളിന് എവിടെ ഒരു ബ്രേക്ക് പറ്റിയിട്ട് കണക്ഷൻ വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പോയിന്റ് ഇങ്ങനെ നോക്കി മാർക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇന്ന സ്ഥലത്താണ് നിന്നിട്ട് അവിടെ ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഒരു ശ്രീലങ്കൻ ഇലക്ട്രീഷ്യനും കൂടെയാണ് അത് പൊട്ടിക്കുന്ന സമയത്ത് അവനിങ്ങനെ പൊട്ടിച്ചിട്ട് എൻ്റെ അടുത്ത് അവനത് വെച്ചിട്ട് ചോദിച്ച്, മച്ചാ, why don't you go and act in movies? നമുക്ക് അന്ന് ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം. അന്നല്ല, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എനിക്ക് ആഗ്രഹമുണ്ട്. ഇവനെങ്ങനെ മനസ്സിലായത് ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം എങ്ങനെയാണ്? നോ ബട്ട് യു ഗോ ആൻഡ് ആക്ട് ഇൻ മൂവീസ് മച്ചാ. അവർ മച്ചാ എന്ന് എല്ലാവരും വിളിക്കുള്ളൂ. അവൻ അന്നത് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. അയാൾ എവിടെയാണോ ആവോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഒരുപാട് ഓർമ്മ. നമ്മളെക്കാൾ മുമ്പ് ചിലർക്ക് തിരിച്ചറിയാൻ പറ്റും. എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കോടതിയുടെ ഓഫീസിലേക്ക് പറയുന്നത്, സാറേ ഞങ്ങൾക്ക് സിനിമയിലെ എനിക്ക് അതിന് മുമ്പേ ആഗ്രഹം. നമുക്കടുത്ത് എത്രയോ പേര് ചോദിച്ചാണ്. പിന്നെ തന്നെയല്ല, നമുക്ക് അങ്ങനെ ഒരുപാട് ആക്ടിങ് ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ്. ഇത് ഒരു പരിചയമില്ലാത്തൊരു ശ്രീലങ്കനാണ് ചോദിക്കുന്നത്. ഞാൻ അറിയില്ല, മിമിക്രി കാണിക്കുന്നു, ഒന്നും അയാൾക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ സിനിമയിലിങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് എന്നിട്ട് ചോദിച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രസകരമായ ഓർമ്മകൾ. അങ്ങനത്തെ ഒരു ചോദ്യം വന്നപ്പോഴാണോ എന്നാ തിരിച്ചു പോയി രണ്ടും കൽപ്പിച്ച്? അങ്ങനെയൊന്നുമില്ല. കുറച്ചാലും ഒരു ദിവസം കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് കാർഡ് പഞ്ച് ചെയ്യണം. കാർഡ് പഞ്ച് ഒരു ദിവസം കാർഡ് പഞ്ച് ചെയ്യാൻ വന്നപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ആൾ നിന്ന് കരയുന്നുണ്ട്, ഒരു നോട്ടീസ് നോക്കുന്നുണ്ട്. കുറേ ആളുകളെ കമ്പനി ടെർമിനേറ്റ് ചെയ്തു. വേറെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. ആ പ്രോജക്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് പേരെ ടെർമിനേറ്റ് ചെയ്തു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ നമ്പറും കിടക്കുന്നു 3045. ഞാൻ ഇനി പോകാമല്ലോ. എനിക്ക് നമുക്ക് പറഞ്ഞാൽ ഇവിടെ പെങ്ങന്മാരെ കെട്ടിക്കുന്ന സാമ്പത്തിക ബാധ്യത ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാസത്തെ സാലറി അവിടെ ഒരു പിടിച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെ 1 മാസത്തെ നോട്ടീസ് പൈസ സാലറി. അപ്പോൾ 2 മാസത്തെ സാലറി ഒന്നിച്ച് കിട്ടും. പിന്നെ കുറച്ച് കാശ് കിട്ടും. അപ്പോൾ അതിന് പോയൊരു TV VCR ഒക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. പിന്നെ ഇവിടെ വന്നു. പിന്നെ ഈ നമ്മുടെ യാത്രയുടെ ഒരു ഭാഗം എന്നുള്ള വീട്ടിൽ അങ്ങനെ സിനിമയിൽ വന്നു. നമ്മൾ എന്താവാനാണോ പഠിച്ചവൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതിനുള്ള വാതിൽ താനേ തുറന്നു തരും എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ ഗൾഫിലെ വാതിൽ അടഞ്ഞു തരണേ ചെയ്ത്. എന്നിട്ട് ഇങ്ങോട്ട് വിട്ടിട്ട് ഇവിടെ വന്ന് സിനിമയിലേക്ക് ഇവിടുത്തെ വാതിൽ അങ്ങോട്ട് തുറന്നു, എന്നേക്കുമായി തുറന്നു അല്ലേ? അതൊരു നല്ല തീരുമാനമായിരുന്നു എന്തായാലും. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ അന്നത്തെ നമ്മൾ പേർഷ്യക്കാരെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഇപ്പോഴും ഒരുപാട് പേർക്കുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ഗൾഫിൽ പോകണം, പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു. അപ്പോൾ പേർഷ്യക്കാരൊക്കെ നാട്ടിൽ ഭയങ്കര ഡിമാൻഡാണ്. ചെറുപ്പക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കല്യാണം അല്ലേ ചെറുക്കനോട് പേർഷ്യയിലാണ്. ഇന്നും അങ്ങനെ തന്നെ പറയുന്നവരുണ്ട്. അതെ, നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റ് ഗൾഫ് എന്നൊക്കെ പറയുമെങ്കിൽ ഇന്നും അല്ല, ഇപ്പൊ ഗൾഫിലൊക്കെ ജോലി നല്ല ജോലിയുള്ളവർക്കേ ഉള്ളൂ. അതെ.
പക്ഷെ എന്നാലും ഒരു സാമ്പത്തിക അഭ്യർത്ഥികളായിട്ട് കൂടുതൽ പേര് ഇപ്പോഴും അവിടെ അങ്ങനെ നിൽക്കുന്നു. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതിലും നല്ല ജീവിത സൗകര്യവും ജോലികളും ഒക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റാത്ത ജോലികളൊക്കെ അവിടെ ചെയ്യാൻ പിന്നെ തന്നെയല്ലേ ഒരു എക്സ്പോഷർ അല്ലേ കിട്ടും. വേറെ രാജ്യത്ത് പോകുന്നു, വേറെ ഒരുപാട് നാഷണാലിറ്റീസിനെ കാണാൻ അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെ ഒരുപാട് പേര് പോയി ഒരുപാട് കാര്യങ്ങൾ കണ്ടതുകൊണ്ടല്ലേ അതെല്ലാം. അല്ലാണ്ട് ഒരു എണ്ണയും കുഴിച്ചെടുത്തിട്ടല്ല നമ്മളുടെ ഇവിടെ ഇത്രയും ഈ മൾട്ടിപ്ലക്സുകളും ഷോപ്പിംഗ് മാളും എല്ലാം ഈ സൗധങ്ങളെല്ലാം ഉയരുന്നത്. നമ്മളിവിടെ എണ്ണ പോയിട്ട് വെളിച്ചെണ്ണ പോലും ഇല്ല, മണ്ണെണ്ണ പോലും. അല്ല, ഇത്രയും തെങ്ങുണ്ടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അല്ല, എല്ലാവർക്കും ഇപ്പൊ ഒരുപാട് ഇപ്പൊ എന്റെ സുഹൃത്തുക്കളിൽ 1-2 ആൾക്കാർ അവിടെ പോയി നിന്നിട്ട് ഒരു 10 വർഷം മുമ്പ് ഷെർഫൊക്കെ പോകുന്നതാണ്. എന്താ, നമുക്കിവിടെ ഒരു ഐഡന്റിറ്റി ഇല്ല, നമ്മൾ നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും പോകണം. അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും വേറൊരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് കുറേ അവിടെ നിന്ന് എങ്ങനെയും ഒരു ജീവിത മാർഗം ഉണ്ടായിട്ട് നാട്ടിലേക്ക് പോരുക. ഞാൻ പറയാം, നാട്ടിലേക്ക് പോരുന്നത് മണ്ടത്തരമാണ്. ഈ സൗഭാഗ്യങ്ങളോ ജീവിത സൗകര്യങ്ങളോ അവിടെ ഏതായാലും ഇല്ല. ഒരു കാലം ഇവിടെ വെച്ചിട്ട് മറ്റേ കാലം നട്ടി വെച്ചോ എന്ന് പറയും. പക്ഷെ അതും ഈ ഇവർക്കേ ഉള്ളൂ മുമ്പ്. ഈ അറേബ്യയിൽ യൂറോപ്പിലുള്ളവർക്ക് അതില്ല. അവർക്ക് അവിടെ തന്നെ യൂറോപ്പിലുള്ളവർ സെറ്റിൽഡാ, അവർക്ക് പിന്നെ ഐഡന്റിറ്റിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് മക്കൾക്ക് നമ്മുടെ ഇവിടെ ആകുമ്പോൾ മലയാളി കമ്മ്യൂണിറ്റീസ് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമ്മളാരുമല്ല. നമുക്കിവിടെ അത് മാത്രമല്ല, അവിടെ വേണമെങ്കിൽ സിറ്റിസണൊക്കെ ആകാം. അവിടെ സൗദി അറബ് കൺട്രീസിൽ അതില്ല. അവർക്ക് എപ്പോഴും ഇപ്പോൾ നാട്ടിലെ വാർത്തകൾ അറിയണം. നാട്ടില് അവിടുത്തെ FM റേഡിയോ നമുക്ക് വെച്ചാൽ അറിയാമല്ലോ. നാട്ടിലെ ന്യൂസ് അല്ലേ അവിടെ പറയുന്നത്. ഇത്രേ ദൂരമുള്ളൂ, ഡൽഹിനേക്കാൾ കൂടുതൽ ദൂരം കുറവല്ലേ. അതെ, ഇപ്പോൾ പള്ളിക്കൽ നാരായണൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പള്ളിക്കൽ നാരായണന്മാർ ഇപ്പോഴും അവിടെയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരൊരു ലേബർ ക്യാമ്പായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് ശരിക്കും അവിടെ തന്നെ പോയി ഷൂട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ അതിനുവേണ്ടി കണ്ടിട്ട് അതുപോലെ ക്രിയേറ്റ് ചെയ്യണം. അവിടെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് താമസിക്കുന്നുണ്ട്. അതിനകത്ത് പോയി നമ്മൾ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതുപോലെ നമ്മളൊരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ അതും ഒരു ഇതുവരെ ചെയ്ത സിനിമകളിൽ കഥാപാത്രങ്ങളിൽ അതും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നില്ലേ? ശരി, വിൽക്കാനുള്ള ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. ഞാനില്ല, ഞാൻ ആ ഭാഗത്തല്ല, ഞാൻ നാട്ടിലെ അഭിനയിച്ചിട്ട് ലേബർ ക്യാമ്പും കാര്യങ്ങളൊക്കെ അതിനകത്താണ്. പക്ഷെ അന്ന് സിനിമയിൽ ഒരു പ്രവാസിയുടെ കഥയല്ല, നാട്ടിലുള്ള ആളുടെ കഥ. അവിടെ പോയി ജോലി ചെയ്ത് സമ്പാദിച്ചു വരുന്നത്രയുള്ള സമയമുള്ളൂ ഇവിടെ. അതിനകത്ത് ഈ ഒരുപാട് ഈ പത്തേമാരിൽ പോയി മരിക്കുന്ന കഥകളൊക്കെ അതിനകത്തുണ്ട്, കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പള്ളിക്കൽ നാരായണൻ്റെ ഒരു മനസ്ഥിതി എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ത്യാഗം സഹിച്ചും എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവണം. വളരെ ചെറുപ്പത്തിൽ ഒരു 17-18 വയസ്സുള്ളപ്പോൾ വളരെ ബുദ്ധിമുട്ടി പത്തേമാരിയിൽ കയറി പേർഷ്യയ്ക്ക് പോയി അവിടെ തന്നെ ജീവിതം അവസാനിച്ചു പോകുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ അത്രയും ത്യാഗം ചെയ്യാൻ റെഡിയാവുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇപ്പോൾ എല്ലാവരും അങ്ങനെ മോശക്കാരൊന്നുമില്ല. ചെറുപ്പക്കാരെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ കാലം ചെറുപ്പക്കാരല്ലേ. അവർക്ക് കുടുംബത്തൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും ഒക്കെ വീട്ടിലൊക്കെ പൈസ വയ്ക്കുകയും, പക്ഷെ കുറച്ചുകൂടെ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നു ജീവിതം. കുറേ അവിടെ അത്ര വല്ല ഈ പറഞ്ഞ കുബൂസ് എന്നാലും ഉണ്ട്, ഒരുപാട് അങ്ങനെ ടൈറ്റ് ആക്കുന്നില്ല. അവർ കുറച്ചുകൂടെ പൈസ ഉണ്ട്, കുറച്ചുകൂടെ നല്ല ശമ്പളമാണ്, കുറച്ചുകൂടെ ജീവിത സൗകര്യങ്ങളുണ്ട്. അവിടെ ഒരു വീടും കുടുംബവും കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നു. അങ്ങനെ മലയാളം സ്കൂളൊക്കെ ആയി കഴിഞ്ഞു. അന്നൊന്നും അതില്ല. അതുകൊണ്ടായിരിക്കും നാരായണൻ അങ്ങനെ ചെയ്തത്. ഇപ്പോഴും എല്ലാവർക്കും കിട്ടുന്നില്ല ആ സൗകര്യങ്ങളൊക്കെ. അല്ലാത്ത പക്ഷേ ഇപ്പോൾ ഈ ലേബേഴ്സ് കുറവാണ് ഇവിടെ നിന്ന് പോകുന്നത് അല്ലേ. ലേബേഴ്സ് കുറവാണ്, തുച്ഛശമ്പളക്കാർ കുറവാണ്. അതിപ്പോൾ കൂടുതലും ബംഗാളിൽ നമ്മുടെ കേരളം ഒരു പേർഷ്യയിൽ കഴിഞ്ഞു. ബംഗാളികളുടെയും ബീഹാറികളുടെയും അവർ പത്തേമാരി കയറി വരുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ശരിക്കും നമ്മുടെ കേരളം. അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു ടീമിൻ്റെ, നേരത്തെ സിദ്ദിഖ് സാറും മമ്മൂക്കയും പറഞ്ഞതുപോലെ തന്നെ നാഷണൽ അവാർഡ് വിന്നിംഗ് ടീം, അത്രയും നല്ല ടീമിൻ്റെ നല്ലൊരു ചിത്രം ക്ലാസിക് സിനിമകളുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന ഒരു രേഖാചിത്രം, അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ജീവിതം ശരിക്കും എന്നും എടുത്ത് കാണാവുന്ന രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചിത്രം, അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്കുണ്ട്. അത്രയും നല്ല സിനിമയിലൂടെ വീണ്ടും ഞങ്ങൾക്ക് മുന്നിൽ വന്നതിൽ ഞങ്ങൾക്കും അതിലേറെ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും പത്തേമാരിയുടെ ഫുൾ ടീമിനും, ഇന്ന് സലീം അഹമ്മദ് സാർ ഇവിടെ എത്തിയിട്ടില്ല, അദ്ദേഹത്തിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ജീവിതഗന്ധിയായ ഒരു നല്ല സിനിമ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ സമ്മാനിച്ചു എന്ന സന്തോഷം അണിയറ പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അവർക്കതിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാനും സാധിക്കും. പ്രവാസ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച നിങ്ങൾ നേരിട്ട് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാ പ്രേക്ഷകരും പത്തേമാരി എന്ന സിനിമ കാണണം, അഭിപ്രായങ്ങൾ നേരിട്ട് അറിയുന്ന ഇത്രയധികം വിശേഷങ്ങൾ നല്ല രസകരമായി പറഞ്ഞു തന്നതിനും ഈ സിനിമയുടെ ആ ഒരു യാത്ര നമുക്ക് വളരെ മനോഹരമായി വിവരിച്ചു തന്നതിനും മമ്മൂക്കയ്ക്കും സിദ്ദിഖ് സാറിനും ഒരുപാട് നന്ദി. അപ്പോൾ ഒരുപാട് നന്ദി മമ്മൂക്ക, ഒരുപാട് നന്ദി സിദ്ദിഖ് സാർ. താങ്ക് യു സോ മച്ച്.